ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രേയപ്രാപ്ത്യൈരന്യദേ മാനവാനം യന്തസാംഗം ശ്രദ്ധേയായേന നിത്യം നിഷ്കാമന്തം സന്തതം തുഷ്ടിമന്തം സ്വാന്തേക്ഷാന്തം ചിന്തയേ സംസ്ഫുരന്തം. ഓം ഹാ ഹാ സരസ്വതി ജഗന്മയി നിത്യശുദ്ധേ ഭക്തും ഭവചരിതമംബ ഫണീശരോവി വ്യക്തം ന ശക്ത ഇതി സമ്യഗേഹം സ്മരാമി ദാസേ സദാ മയി ദയാം കുരു ചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തിരുച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 133 ഭാഗം അവതരണം. ഒരു ശൂലപ്രതിഷ്ഠ. ശിവഗിരിയിലെ പർണശാല നിന്നിരുന്ന കുന്നിന്റെ താഴ്വാരത്തോ ഒരിടത്ത് ഗുരുദേവൻ കൂടെ വന്നിരിക്കുമായിരുന്നു. നാട്ടുമാവുകൾ നന്നായി വളർന്നു നിന്നിരുന്ന അവിടെ ഇരുന്നാൽ ശിവഗിരിക്ക് അലങ്കാരമായിട്ടൊഴുകുന്ന തോടും അതിനപ്പുറത്തെ പാടവുമൊക്കെ നല്ലവണ്ണം കാണാമായിരുന്നു. ഒരിക്കൽ അവിടെ ഇരിക്കുമ്പോൾ സമീപസ്ഥരായ ചില ഭക്തന്മാർ വന്ന് ഗുരുവിനെ നമസ്കരിച്ചു. അവരോട് കുശലം പറയവേ അവിടെ ഒരു ചെറു മന്ദിരം നിർമ്മിക്കണമെന്നും അത് പനമ്പ് കൊണ്ട് മതിയെന്നുമുള്ള ഗുരുവിന്റെ ആഗ്രഹം വെളിപ്പെടുകയുണ്ടായി. അധികം താമസിയാതെ പനമ്പ് കൊണ്ടുള്ള ഒരു കൊച്ചു മന്ദിരം അവിടെ ഉയർന്നു വന്നു. അന്തേവാസികൾ അതിന് മുൻവശം നിരപ്പാക്കി ചെറിയൊരു മുറ്റമുണ്ടാക്കി. എന്നിട്ട് പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കുകയും ചെയ്തു. ആയിടെ ഗുരുദേവൻ ആ മന്ദിരത്തിൽ ഒരു ശൂലം പ്രതിഷ്ഠിക്കുവാൻ പോകുന്നതായി ഒരു വാർത്ത പരന്നു. മഠത്തിലെ അന്തേവാസികളും കുമാരനാശാനും ഏതാനും സന്യാസിമാരും ഒപ്പം ചില നാട്ടുകാരും ആ ദിവസം അവിടെ ഒത്തുകൂടി. കുറച്ചു കഴിഞ്ഞ് ഗുരുദേവൻ കയ്യിലൊരു ശൂലവുമായി പർണശാലയിൽ നിന്നും ഇറങ്ങി ആ മന്ദിരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ചൈതന്യസ്വാമികളും ശാന്തലിംഗ സ്വാമികളും മാധവാനന്ദ സ്വാമികളും കുമാരനാശാനും ഗുരുദേവന് പിന്നാലെ ആ മന്ദിരത്തിനുള്ളിലേക്ക് കടന്നു. ഗുരുദേവൻ ശൂലവും കയ്യിലേന്തി അല്പനേരം അവിടെ ധ്യാനനിരതനായി നിന്നു. ആ സമയത്ത് അവിടമാകെ ഒരസാധാരണ വെളിച്ചം പരന്നു. അതോടെ അതുവരെ ഇല്ലാതിരുന്ന ഒരു അത്യുഷ്ണം എല്ലാവർക്കും അനുഭവപ്പെട്ടു. ഒടുവിൽ ആ ചൂട് സഹിക്കാനാവാതെ വന്നപ്പോൾ മന്ദിരത്തിനുള്ളിൽ നിന്നും എല്ലാവരും പുറത്തേക്കിറങ്ങി. പുറത്ത് അപ്പോഴും നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ
ആ മന്ദിരത്തിനുള്ളിൽ ശൂലം പ്രതിഷ്ഠിച്ച ശേഷം പനമ്പു വാതിൽ തുറന്നു പുറത്തേക്ക് വന്നു. ഗുരുദേവന്റെ അപ്പോഴത്തെ അസാധാരണ പ്രഭയാർന്ന മുഖകാന്തി കണ്ട് എല്ലാവരും ശിരസ് നമിച്ചു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം ഒരു ശൂലപ്രതിഷ്ഠ അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.